ഇരുന്ന് മുഷിഞ്ഞാണ് ചേട്ടാ. പാല് ഞാൻ തിളപ്പിക്കുമായിരുന്നു. പിള്ളേർ പറഞ്ഞു അച്ഛൻ രാത്രിക്ക് പാല് കുടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് തിളപ്പിക്കുമായിരുന്നു. കുട്ടികളെല്ലാം കിടന്നു. അവർ വളരെ സന്തോഷത്തിലാണ്. അമ്മയെ കിട്ടിയതിൽ വളരെ സന്തോഷമാണെന്ന് പറഞ്ഞു. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അവർ വിളിക്കുന്ന കേട്ടപ്പോൾ നല്ല സ്നേഹമുള്ള കുട്ടികളാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല എങ്ങനെ പറയേണ്ടത്. നല്ല സന്തോഷം. അപ്പോഴേ കുട്ടികൾ പറഞ്ഞിട്ടുണ്ട് മരുന്ന് അച്ഛൻ കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ എടുത്തു തരാം കേട്ടോ. ടാബ്ലറ്റ് എടുത്തു വെച്ചിട്ടുണ്ടെന്ന് അരവിന്ദ് പറഞ്ഞായിരുന്നു. എന്നാ ചേട്ടാ. പിന്നെ പിള്ളേർ പറഞ്ഞ കാര്യം, അച്ഛനാണെങ്കിൽ ഈ സമയം നാളികേരത്തിൻ്റെയൊക്കെ കണക്ക് നോക്കിയിരിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പം ഇനി ഞാനുണ്ടല്ലോ, എല്ലാം ഞാനും കൂടെ ശ്രദ്ധിക്കാം. ഇനി നമ്മൾ പുതിയ ജീവിതം തുടങ്ങുമല്ലേ. എന്താണേലും എനിക്ക് സന്തോഷമായി. എല്ലാം എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുമല്ലോ അല്ലേ. അപ്പം ഇനി നമ്മൾ പുതിയ ജീവിതം തുടങ്ങാം. സഹോദരങ്ങളുടെ എല്ലാം കാര്യം ഞാൻ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും നടത്തി കൊടുത്തു. അച്ഛനും അമ്മയൊക്കെ നേരത്തെ പോയതുകൊണ്ട് ഞാൻ തന്നെയാണല്ലോ മൂത്തത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കി. എനിക്ക് ഈ വൈകിയ വേളയിലാണെങ്കിലും ഇങ്ങനെ ഒരു ജീവിതം കിട്ടിയല്ലോ, അതിൽ ഞാൻ സന്തോഷവതിയാണ്. ചേട്ടൻ്റെ ഈ കൈകളിൽ ഞാൻ സുരക്ഷിതമായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ചേട്ടൻ്റെയും കുട്ടികളുടെയും എല്ലാം കാര്യം ഞാൻ നോക്കി നന്നായിട്ട് നമുക്ക് ജീവിക്കാം. നല്ലൊരു പ്രതീക്ഷയോടുകൂടി നമുക്ക് തുടങ്ങാം.